നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി തന്തൂരി ചായ ആണ്. അപ്പോൾ നമ്മളുടെ തന്തൂരി ചായ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ലിറ്റർ സാദാ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പറയണത് കേട്ട് തന്തൂരി ചായ ഭയങ്കര ടേസ്റ്റാണെന്ന്, അതുപോലെ പലരും യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വക ഈ തന്തൂരി ചായ ഉണ്ടാക്കി നോക്കുന്നത്. അങ്ങനെ നമ്മളുടെ പാലിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല പഞ്ചസാര ഇഷ്ടമുള്ളവരാണെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്കായ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സിനമൺ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുവപ്പട്ടയുടെ പൊടിച്ചതാണിത്, കറുവപ്പട്ട പൊടിച്ചത്. കറുവപ്പട്ട ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കണം നിർബന്ധമില്ല, പക്ഷേ ഏലക്കായ ചേർക്കുന്നത് നല്ലതാണ്. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇതൊന്ന് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിട്ട് കൊടുത്ത ഏലക്കായും കറുവപ്പട്ട പതിൽ നന്നായി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ലിപ്റ്റൻ്റെ ചായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ചായപ്പൊടി അതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം. ആക്ച്വലി ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കടുപ്പമുള്ള കളറാണ്. പക്ഷേ ഇതിൽ ക്യാമറയിൽ കാണുമ്പോൾ ആ ഒരു കളർ കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മളുടെ ചായ ഒരുവിധം കടുപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചായ തയ്യാറായതിന് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഒരു കപ്പിലേക്ക് അരിച്ച് മാറ്റുകയാണ്. നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ മൺകുടത്തിനെ ഒന്ന് ചൂടാക്കി എടുക്കലാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റവ് ഓണാക്കി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇവിടെ ഞാൻ സ്റ്റൗവിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ അപ്പോൾ കരി വരും തോന്നുന്നു ഇതിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സ്റ്റൗവിൽ, എല്ലാവർക്കും ഇപ്പോൾ സ്റ്റൗവാണല്ലോ വീട്ടിലുള്ളത്, എല്ലാവരും അടുപ്പിലൊന്നും കുക്ക് ചെയ്യുന്നില്ല. സോ ഇങ്ങനെയാണ് സ്റ്റൗവിൽ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ മൺകുടം ചൂടായെന്ന് അറിയാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു തുള്ളി വെള്ളം ഇതിലൊന്ന് ഇട്ടിച്ച് നോക്കുക. അപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ലോണം ചൂടാവുന്നത് വരെ ഇതേപോലെ തന്നെ ചെയ്യാം. നല്ലോണം ചൂടായാൽ മാത്രമേ അതിങ്ങനെ തിളച്ച് പൊന്തുള്ളൂ ആ ചായ ഇതിലൊഴിക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ മൺകുടം ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുള്ള ഈ മൺകുടം വെച്ച് കൊടുക്കാം. ഇനി ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ തന്തൂരി ചായ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം.